നമ്മളിതുവരെ ക്യാമറ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, ചെസ്റ്റിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ കാണുന്ന വിഷ്വൽസ് കണ്ടില്ലേ? വളരെ മികച്ച രീതിയിലുള്ള വിഷ്വൽസ് തന്നെ നമുക്ക് ഈ സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ചെയ്യണത്. ഇന്ന് വണ്ടിയുടെ കാര്യങ്ങളൊന്നുമല്ല, ഹെൽമെറ്റിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ഹെൽമെറ്റിൽ പുതിയൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹെൽമെറ്റ് തന്നെ കണ്ടില്ലേ? നമ്മൾ ഹെൽമെറ്റിൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ളത് മൗണ്ട് ചെയ്യുന്നത് ഹെൽമെറ്റിൻ്റെ മുകളിലാണ്. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ, അതാ കണ്ടില്ലേ? ആ ഒരു പൊസിഷനിൽ ക്യാമറ മൗണ്ട് ചെയ്യാം. ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യാമറ വാങ്ങിക്കുമ്പോൾ, അതായത് ഗോപ്രോ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു മൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പ് കിട്ടും. അത് ഹെൽമെറ്റിൻ്റെ മുകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ കിട്ടാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ഇതിനു വേണ്ടി നമ്മൾ ഹെൽമെറ്റ് തുളയ്ക്കൊന്നും വേണ്ട. ഇത് രണ്ടൊരു വള്ളിയാണ്. ഈ വള്ളി നന്നായിട്ടൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അത് നല്ലൊരു ക്വാളിറ്റിയുള്ള റബ്ബറിൻ്റെ സാധനം കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഞാനിത് ആദ്യം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് തന്നെ അവരെ കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ കെട്ടി വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഹെൽമെറ്റിൽ നമ്മൾ കാണുന്ന പൊസിഷനിൽ നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നമ്മൾ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ നേരെ വെക്കുകയാണ്. അത് നമ്മൾ ഉള്ളിക്കോട്ട് എടുക്കുക. അതാ കണ്ടില്ലേ? ആ ഉള്ളിൽ ആ ഭാഗത്തായിട്ട് 2 സ്ട്രാപ്പ് നമ്മൾ നല്ല രീതിയിലൊന്ന് കെട്ടിയാൽ മതി. ആ കെട്ടുന്നതിന് കുറച്ച് കെയർ ചെയ്യണമെന്നുള്ളൂ. എനിക്കാണെങ്കിൽ അത് വലിയ പിടിയില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്യണം. അതുകൊണ്ട് ഞാനത് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അതുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തില്ല. അത് കണ്ടില്ലേ? 2 സ്ട്രാപ്പ് ഉണ്ട്. ആ 2 സ്ട്രാപ്പ് നല്ല രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. ഇത് ഹെൽമെറ്റ് ഉള്ളിൽ കൂടെ വെറുതെ വെക്കുന്നതേ ഉള്ളൂ. ഇതങ്ങനെ പൊട്ടിപ്പോവില്ല. നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ കമ്പനി ഒരു ക്യാമറ മൗണ്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിൻ സ്ട്രാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഈ ക്യാമറ മൗണ്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വിഷ്വൽസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് അവിടെയാണ് ക്യാമറ മൗണ്ട് ചെയ്യണ പൊസിഷൻ, കണ്ടില്ലേ? ആ മൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗോപ്രോ അതിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി സമയം അധികം കളയണ്ട, നമുക്ക് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഈ ക്യാമറ ഇവിടെ മുകളിൽ നിന്ന് താഴെ വെച്ച് സെറ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വിഷ്വൽസിൻ്റെ ക്വാളിറ്റി ചെക്കിങ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പോക്കറ്റ് കൂടെയാണ് പോണത്. ക്യാമറ ഇരിക്കുന്നത് ഹെൽമെറ്റിൻ്റെ ചിൻ സ്ട്രാപ്പിലാണ്. നമ്മൾ ഹെൽമെറ്റിന് മുകളിൽ വെക്കുമ്പോൾ നമുക്ക് വണ്ടി തീരെ കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ റോഡ് പ്രസൻസ് വളരെ മികച്ച രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് കണ്ട് ഓടിച്ചാലാണല്ലോ ഒരു രസമുള്ളത്. എന്നാൽ ചെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. ഒരു 70% റോഡിൻ്റെ പ്രസൻസും വിഷ്വൽസൊക്കെ നമുക്ക് മിസ്സിങ് ആവും. കൂടുതൽ വണ്ടിയാണ് നമ്മുടെ ക്യാമറയിൽ പതിയുന്നത്. എന്നാൽ ഈ ചിൻ സ്ട്രാപ്പിൽ വെച്ച് ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റോഡും കിട്ടുന്നുണ്ട്, നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചിൻ സ്ട്രാപ്പ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ വിഷ്വൽസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ചിൻ സ്ട്രാപ്പിൽ വെച്ചിട്ട് ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ ഹെൽമെറ്റിലല്ല വെച്ചിരിക്കുന്നത്. ഹെൽമെറ്റിൽ വെച്ചിട്ടുള്ള ചിൻ സ്ട്രാപ്പിലാണ് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ഹെൽമെറ്റിലല്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ ഹെൽമെറ്റും ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ക്യാമറ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഹെൽമെറ്റിൽ വയ്ക്കുന്ന ക്യാമറ എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടങ്ങൾ നമ്മുടേതല്ലാത്ത കാരണത്താൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള, നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാവുന്ന ഏക മാർഗം ഈ ക്യാമറ ഉള്ളതാണ്. അതല്ലാതെ നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. എപ്പോഴും വലിയ വണ്ടി ഓടിക്കുന്നവനായിരിക്കും കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ഇത്തിരി വലിയ ബൈക്ക് ഓടിക്കുന്നവനായിരിക്കും എപ്പോഴും കുറ്റക്കാരൻ എന്നാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ക്യാമറ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പലപ്പോഴൊക്കെ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല വിഷ്വൽസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ട വിഷ്വൽസ് കൺമുന്നിൽ കാണാറുണ്ട്. ചിലപ്പോൾ നല്ല വല്ല ജീവികളോ വല്ല ചെറിയ ചെറിയ പക്ഷികളൊക്കെ പറന്ന് അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. നമ്മൾ വണ്ടി നിർത്തി ഫോൺ എടുത്ത് വരുമ്പോഴേക്കും അതങ്ങ് പറന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതാകുമ്പോൾ നമുക്ക് നേരെ ക്യാമറയിലെ ബട്ടൺ കൊണ്ട് അമർത്തി കഴിഞ്ഞ് റെക്കോർഡിങ് അപ്പം തന്നെ തുടങ്ങും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. നമുക്ക് എപ്പോഴൊക്കെയാണോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ആവശ്യം വരുന്നത് അപ്പോൾ
ഒക്കെ നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ ആക്ഷൻ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതി ആയതുകൊണ്ട് അത് ഇത്തിരി കഷ്ടം തന്നെയാണ്. പലപ്പോഴും യാത്രകൾ പോകുമ്പോൾ എനിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നല്ല വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അത്തരം സമയങ്ങളിലൊന്നും തന്നെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തുവരില്ല. കാരണം ഒരു വണ്ടിയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ വണ്ടി നിർത്തി നമ്മൾ ഫോൺ എടുക്കുമ്പോഴേക്കും വണ്ടി അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് വണ്ടിയുടെ പുറകെ നമ്മുടെ സൗകര്യത്തിന് പതുക്കെ പോവുകയും ചെയ്യാം. നമുക്കത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നമ്മുടെ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി പോകുന്നത് തന്നെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഏകദേശം ഒരു 55 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. നമ്മൾ പോലീസ് പിടിച്ചാൽ തന്നെ നമുക്ക് ഓവർ സ്പീഡിലല്ല, നമ്മൾ വളരെ പതുക്കെയാണ് പോകണമെന്നുള്ള കാര്യം നമുക്ക് കാണിക്കാനുള്ള ഏക മാർഗ്ഗം ഈ ക്യാമറയാണ്. അല്ലാതെ ഒരു മാർഗ്ഗവും നമുക്കൊരു റൈഡർ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും പകൽ വിഷ്വൽസിലെ ക്വാളിറ്റി വിഷ്വൽസ് കിട്ടുന്ന രീതിയൊക്കെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിനി രാത്രിയിലത്തെ ഒരു യാത്ര കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രാത്രി എങ്ങനെയാണ് നമ്മൾ ഈ ചിൻ സ്ട്രാപ്പിൽ വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഷ്വൽസ്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ രാത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി പോകുമ്പോൾ നമ്മുടെ വിഷ്വൽസിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, റോഡ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ്റെ ലൈറ്റാണ്. ഹിമാലയൻ്റെ ലൈറ്റ് മോശമാണെന്നല്ല പറയണത്, പക്ഷേ ഹിമാലയൻ പോലുള്ള വണ്ടിക്ക് ഇത്ര ലൈറ്റ് പോരാ. നമുക്ക് രാത്രി ഹെൽമെറ്റ് വെച്ച് ഓടിക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കുഴി നമ്മൾ മിസ്സാവില്ല, എല്ലാ കുഴിയിലൂടെ നമ്മൾ ചാടിപ്പോകും. പക്ഷേ നമ്മുടെ ഫോഗ് ലാമ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഫോഗ് ലാമ്പ് ഇട്ട് ഓടിക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ക്യാമറ ക്വാളിറ്റി നമ്മളൊന്ന് കണ്ടു നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്യാമറ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ റൈഡിങ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് റോഡും കാണാൻ പറ്റും, വണ്ടിയും കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോഗ് ലാമ്പ് ഇട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഇട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. പക്ഷേ ഇതിപ്പോൾ ഈ റോട്ടിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് കുറേ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കത്താറില്ല. അങ്ങനത്തെ ഒരു റൂട്ടാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റോഡ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഗുണം കൊണ്ട് വളരെ അത്യാവശ്യ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വൺ വേയിലൂടെയാണ്. ഇങ്ങനെ വൺ വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് വാഹനങ്ങൾ വന്ന് അവർക്ക് വിഷ്വൽസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓപ്പോസിറ്റിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന രീതിയിൽ ഞാൻ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യില്ല. പരമാവധി ഞാനത് ഓഫ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുള്ളൂ. വൺ വേ ആകുമ്പോൾ നമുക്ക് തീരെ നിവൃത്തികേടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ ഈ ലൈറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ റേഞ്ച് പോകുന്ന സമയങ്ങളിലോ അങ്ങനത്തെ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഫോഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ക്യാമറയുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ക്യാമറയുടെ കാര്യം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമുക്ക് കൃത്യമായിട്ടും വണ്ടി പോകുന്നുണ്ടെന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ലൈറ്റിൻ്റെ കുറവ് കൊണ്ടാണ്, ക്യാമറയുടെ പ്രശ്നമല്ല. ക്യാമറയിൽ കിട്ടുന്ന പോലെ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴും കാഴ്ചകൾ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷ്വൽസിലൊക്കെ കണ്ട വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ച് കിട്ടുമ്പോൾ നമുക്ക് റോഡ് മാത്രമാണ് കൂടുതലും കിട്ടുന്നത്. ചെസ്റ്റിൽ വെച്ച് ഓടിക്കുമ്പോൾ എൻ്റെ കൈയും വണ്ടിയുടെ ടാങ്കും വരെയുള്ള ഭാഗങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്, റോഡ് വളരെ കുറവ് കിട്ടുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഹെൽമെറ്റിൽ ഈ ചിൻ സ്ട്രാപ്പ് അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, ചിന്നിൽ വെച്ചിട്ടാണ് ഈ സാധനം ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അവിടെ വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. ഒരു റൈഡർക്ക് അത്യാവശ്യം റോഡിലെ കാഴ്ചകളൊക്കെ പകർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ചതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെൽമെറ്റിൻ്റെ ചിൻ ഭാഗത്ത് ക്യാമറ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കാണും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ക്വാളിറ്റി പകലുള്ളതും രാത്രിയുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഓക്കെ.